ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ നേരത്തെ മുതലുള്ള പ്രഡിക്റ്റബിൾ അല്ലാത്ത സ്വഭാവം വെച്ചുകൊണ്ട് പല തീരുമാനങ്ങളും അദ്ദേഹം എടുക്കുന്നു. ചില തീരുമാനങ്ങൾ എടുത്തിട്ട് അദ്ദേഹം പെട്ടെന്ന് പിന്നാക്കം പോകുന്നു, വീണ്ടും ആ തീരുമാനം തിരിച്ച് നടപ്പാക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. ഏറ്റവും കൗതുകരമായിട്ട് അടുത്തിടെ കണ്ടത് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വൈറ്റ് ഹൗസിലെത്തി ഡൊണാൾഡ് ട്രംപിനെ കാണുമ്പോൾ ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിലുണ്ടായ തർക്കമാണ്. ആ തർക്കം കഴിഞ്ഞു, ഒരു തീരുമാനവും ആയില്ല എന്നുള്ള മട്ടിൽ രണ്ടുപേരും പിരിഞ്ഞുപോയി. അതിൻ്റെ തൊട്ട് പിറകെ ഉക്രൈനുള്ള എല്ലാ സഹായവും നിർത്തുകയാണ്, നേരത്തെ തന്നെ പ്രഖ്യാപിച്ചാണ്, അത് അദ്ദേഹം വീണ്ടും നീട്ടുകയാണ് എന്ന് പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് തൊട്ട് പിറകെ അദ്ദേഹം അമേരിക്കൻ കോൺഗ്രസിൻ്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഇന്ന്. അങ്ങനെ അഭിസംബോധന ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നു സെലൻസ്കിയിൽ നിന്ന് ഒരു കത്ത് കിട്ടിയിട്ടുണ്ട്, അത് വളരെ പോസിറ്റീവാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുപോലെ നേരത്തെ പ്രഖ്യാപിച്ച മെക്സിക്കോ, കാനഡ, ചൈന, ഇന്ത്യ തുടങ്ങിയ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നികുതി ചുമത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ നികുതി ചുമത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിൽ കാനഡയുടെയും മെക്സിക്കോയുടെയും ചൈനയുടെയും കാര്യത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം നേരത്തെ പ്രഖ്യാപിക്കുകയും പിൻവലിക്കുകയും ചെയ്തത് വീണ്ടും ഏർപ്പെടുത്തുന്നു മെക്സിക്കോയുടെയും കാനഡയുടെയും കാര്യത്തിൽ. ചൈനയുടെ കാര്യത്തിൽ 10% എന്ന് പ്രഖ്യാപിച്ചത് 20% തീരുവയായിട്ട് ഉയർത്തുന്നു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ കാര്യത്തിൽ ഏപ്രിൽ 2ാം വാരത്തോടുകൂടി ഈ റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന നികുതി തീരുവ, ഇന്ത്യ എത്ര നികുതിയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതനുസരിച്ച് അമേരിക്കയും ഏർപ്പെടുത്തും എന്ന് പറയുന്ന പരിപാടി, ഇത് ഏപ്രിൽ 2ാം വാരത്തോടുകൂടി, 2ാം വാരത്തിലെ ഏപ്രിൽ 2ാം തീയതി മുതൽ നടപ്പാക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. ഈ വിധത്തിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള തീരുമാനങ്ങളുമായിട്ട് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ഡോക്ടർ മോഹൻ വർഗീസ് ആണ്, വിദേശകാര്യ വിദഗ്ധനാണ് അദ്ദേഹം. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ ആദ്യം ഈ ഉക്രൈൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഉക്രൈനിലേക്ക് റഷ്യ കടന്നു കയറുമ്പോൾ എല്ലാവരും വിചാരിച്ച ഒരു 3 ദിവസം കൊണ്ട് ആ യുദ്ധം തീരും, അല്ലെങ്കിൽ റഷ്യയുടെ ആക്രമണം തീരും, അതോടെ ഉക്രൈൻ റഷ്യയുടെ ഭാഗമാകുമെന്നൊക്കെയാണ്. പക്ഷേ 3 വർഷം കഴിഞ്ഞിട്ടും ഉക്രൈൻ അവിടെ റഷ്യയെ തടഞ്ഞ് അല്ലെങ്കിൽ റഷ്യയ്ക്ക് വിധേയപ്പെടാതെ നിൽക്കുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അമേരിക്ക അടക്കമുള്ള നാറ്റോ രാജ്യങ്ങളുടെ സഹായമാണ്. അതിൽ ഏറ്റവും അധികം സഹായം ചെയ്ത അമേരിക്കയാണ് ബൈഡൻ്റെ കാലത്ത്. അത് പണമായിട്ടും ആയുധമായിട്ടും സർവൈലൻസ് ഉപകരണങ്ങളായിട്ടും ഒക്കെ നിരവധി സഹായങ്ങൾ അമേരിക്ക ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബലത്തിലാണ് ഉക്രൈൻ പിടിച്ചു നിൽക്കുന്നത്. ആ ഉക്രൈൻ്റെ കാര്യത്തിൽ ഈ 3 വർഷം ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്നുള്ള മട്ടിലേക്കാണ് ട്രംപ് ഇപ്പോൾ ഒരു നറേറ്റീവ് ബിൽഡ് ചെയ്തെടുക്കുന്നത്. ഉക്രൈൻ അങ്ങോട്ട് എന്താ പറയുക, ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറാകണം, ഒരു വെടിനിർത്തലിന് തയ്യാറാകണം, എന്നാൽ മാത്രമേ കാര്യങ്ങൾ നേരാവണ്ണം പോവുള്ളൂ എന്നുള്ള മട്ടിൽ ട്രംപ് സംസാരിക്കും. എന്താണ് ട്രംപ് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നേരത്തെ ഏതാണ്ട് ഒരേ സ്വഭാവമുള്ള പുടിനുമായിട്ട് നേരത്തെ മുതലുള്ളൊരു ബന്ധം, അത് കുറെ കൂടെ എന്താ പറയുക നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോവുക, അതാണോ ഉദ്ദേശിക്കുന്നത്? അതോ അമേരിക്ക ഇതിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്യുന്നു, അമേരിക്ക അമേരിക്കയുടെ കാര്യം നോക്കുന്നു, ഇത് ആ ഒരു ഇതിലേക്ക് മാറുകയാണ്? എന്താ ട്രംപ് ഉദ്ദേശിക്കുന്നത്? രാജീവ്, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ഒരു പുതിയ തുടക്കമാണ് ആഗ്രഹിക്കുന്നത്. ദീർഘകാല ഒരു നയങ്ങളുടെ ഒരു തുടർച്ച എന്നതിനേക്കാൾ താൻ തന്നെ കൊണ്ടുവരുന്ന ഒരു പുതിയ ടച്ച്. അതുകൊണ്ട് എക്കാലത്തും സുഹൃത്ത് രാജ്യങ്ങളായിരുന്ന പടിഞ്ഞാറൻ യൂറോപ്പിലെ പാശ്ചാത്യ ശക്തികൾ, ബ്രിട്ടൻ, സ്പെയിൻ, പോർച്ചുഗൽ, ഫ്രാൻസ്, അയർലൻഡ്, ഈ രാജ്യങ്ങളൊക്കെ, ജർമ്മനി, ഇങ്ങനെയുള്ള രാജ്യങ്ങളുമായി കർശനമായ ഉപാധികളോടെ ചർച്ചകൾ എന്നതാണ്. കാരണം ഒരു വിട്ടുവീഴ്ചയും വേണ്ട. എന്നാൽ എക്കാലത്തും ശത്രുതയിലായിരുന്ന അല്ലെങ്കിൽ വലിയ സൗഹൃദമില്ലാതിരുന്ന റഷ്യയുമായി ഇപ്പോൾ സൗഹൃദത്തിന്റെ പുതിയ പന്ഥാവുകൾ തേടുന്ന പുടിൻ. അതുകൊണ്ട് അമേരിക്കയുടെ വിദേശ നയത്തിലെ സമഗ്രമായ ഒരു അഴിച്ചുപണി, അതിന്റെ ഒരു ഏട് നമ്മൾ പശ്ചിമേഷ്യ മാറ്റി നിർത്തിക്കൊണ്ട് ഉക്രൈൻ റഷ്യ വിഷയത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഉക്രൈന് വലിയ തോതിലുള്ള സഹായം മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത് അമേരിക്ക തന്നെയാണ്. കഴിഞ്ഞ 3 വർഷവും ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു കലവറയില്ലാത്ത പിന്തുണ ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഉക്രൈനെ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാനായത്. അത് സെലൻസ്കിയിൽ സമ്മതിക്കുന്നു. അല്ല എങ്കിൽ പുടിനുമായി പുടിൻ പറഞ്ഞത് 2 ആഴ്ചക്കുള്ളിൽ യുദ്ധം അവസാനിക്കും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് തീർച്ചയായും അങ്ങനെ സംഭവിക്കുമായിരുന്നു അമേരിക്കയുടെ സഹായമില്ല എങ്കിൽ. എന്നാൽ അമേരിക്കയുടെ സഹായം വാങ്ങിയതിന് ശേഷം ഇപ്പൊ ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്, അല്ലാതെ ഒരു വ്യക്തിയുമായിട്ടല്ല. അപ്പൊ നേരത്തെ ഡീൽ ചെയ്തിരുന്നത്
ജോ ബൈഡൻ എന്ന വ്യക്തിയുമായിട്ടാണ് അമേരിക്കയുടെ മൊത്തം താല്പര്യം, ഒരുപക്ഷെ ഡീപ് സ്റ്റേറ്റിന്റെ ഉൾപ്പെടെ താല്പര്യം പ്രതിനിധീകരിച്ച ഒരാൾ എന്ന നിലയിൽ അമേരിക്കയുടെ തുടർച്ചയായ ഒരു സഹകരണം സ്വാഭാവികമായും ഉക്രൈൻ പ്രതീക്ഷിക്കുന്നതാണ്. അതിപ്പോൾ ഗൺ പോയിന്റിൽ അല്ലെങ്കിൽ നിർബന്ധപൂർവം അണ്ടർ ഡ്യൂറസ് നിങ്ങൾ റഷ്യയുമായി കരാർ ഒപ്പിടണം, വെടിനിർത്തൽ കൊണ്ടുവരണം, കരാർ ഒപ്പിടണം എന്ന് പറയുകയും നയതന്ത്രം നിങ്ങൾ ഏകപക്ഷീയമായി റഷ്യയുമായി സംസാരിച്ച് അത് തീർക്കണം, ഞങ്ങൾ റഷ്യയുമായി സംസാരിച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, ഇനി നിങ്ങൾ സംസാരിച്ച് തീർക്കണം, വെടിനിർത്തൽ ഉടനടി ഉണ്ടാകണം എന്ന് പറയുമ്പോൾ നയതന്ത്രത്തിന്റെ ആ ഭാഷ എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് വൊലോദിമിർ സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുള്ള പരിവേദനം. അത് മാത്രമല്ല, സെലൻസ്കി ഒരു കാര്യം കൂടി സൂചിപ്പിച്ചു വെച്ചു ട്രംപുമായ സംഭാഷണത്തിൽ. കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ നിരന്തരമായ പോരാട്ടത്തിലാണ്, ഞങ്ങൾ ഏതാണ്ട് ഒറ്റയ്ക്കായിരുന്നു, നിങ്ങൾ സഹായിക്കുന്നുണ്ടോ എന്ന് മറക്കുന്നില്ല, ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ അത് ഇനിയും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ റഷ്യയുമായി സംസാരിക്കേണ്ടത്? 2019 ഞങ്ങൾ റഷ്യയുമായി ഒരു കരാർ ഒപ്പിട്ടു, അതിനുശേഷമാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ക്രൈമിയ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്തുതരം നയതന്ത്രമാണ് റഷ്യയുമായി ചിലവാക്കുക എന്ന ഒരു സംശയം ഒരു സെലൻസ്കിയുടെ ഭാഗത്തുണ്ടാവുകയാണ്. അപ്പോഴാണ് ട്രംപ് കുറച്ചുകൂടെ രൂക്ഷമായ ഭാഷയിൽ, ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും രൂക്ഷമായ ഭാഷയിൽ പറയുകയാണ്, നിങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ നയതന്ത്രം ഏതോ ആ നയതന്ത്രം നിങ്ങൾ ഫോളോ ചെയ്യണം. അതിനർത്ഥം ഏകപക്ഷീയമായി യുദ്ധം അവസാനിപ്പിക്കണം, റഷ്യക്ക് അനുകൂലമാകുന്ന രീതിയിൽ നിങ്ങൾ നയതന്ത്ര ബന്ധാവുകളെ ഒരുക്കണം എന്നതാണ്. അതിന് ഒരു റൈഡർ എന്ന നിലയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വെച്ച പദ്ധതിയാണ്, നിങ്ങളുടെ യുദ്ധം ത്തിന് വേണ്ടി ഞങ്ങൾ ചെലവാക്കിയത് $350 ബില്യൺ ആണ്. അത് വലിയൊരു തുകയാണ്. അത് ഞങ്ങൾക്ക് തിരിച്ചെടുത്തെങ്കിലേ പറ്റൂ. അത് നിങ്ങൾക്ക് ആ പണം തന്നു തീർക്കാനാവാത്തത് കൊണ്ട് നിങ്ങളുടെ റിസോഴ്സ് ഞങ്ങളുമായി ഷെയർ ചെയ്യണം. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞങ്ങൾ ടെക്നോളജി കൊണ്ടുവരാം, മാൻ പവർ കൊണ്ടുവരാം, അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ കൊണ്ടുവരാം, മെഷീനറി കൊണ്ടുവരാം. എന്നാൽ നിങ്ങളുടെ വിഭവങ്ങളുടെ $500 ബില്യൺ വർത്ത് ഓഫ് റിസോഴ്സസ്, അത് ടൈറ്റാനിയം ഉണ്ട്, യുറേനിയം ഉണ്ട്, റെയർ എർത്തുകളായ ഒരുപാട് മിനറൽസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള മിനറൽസ് ആൻഡ് മെറ്റൽസ് ആൻഡ് ഹൈഡ്രോകാർബൺ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആക്സസ് ഉണ്ടാകണം അമേരിക്കയ്ക്ക്. അത് ഉണ്ടായാൽ അമേരിക്ക പറയുന്ന മെച്ചം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭൗതികമായ സാന്നിധ്യം ഉണ്ടാകും, അമേരിക്കൻ ബിസിനസ്മെൻ സാന്നിധ്യം ഉണ്ടാകും. എവിടെയാണ്? ഉക്രൈന്റെ കിഴക്കൻ ഭാഗം, അവിടെയാണ് മിനറൽ റിച്ച് ഏരിയ. ഏറ്റവും അധികം ധാതു ലവണങ്ങൾ അടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ റഷ്യ ഉക്രൈനിൽ നിന്നും കൈവശപ്പെടുത്തിയ ഡൊണസ്ക്, ലുഹാൻസ് മേഖലയിലാണ്. അതാണ് ഡോൺബാസ് എന്ന് പറയുന്ന മേഖല. അവിടെയാണ് ഒരുപക്ഷെ ഖനനം നടക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഡീൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവിടെ ഞങ്ങളുടെ സൈനികരും, ഞങ്ങൾ സൈനികരായിരിക്കില്ല, ഞങ്ങളുടെ സ്റ്റാഫ് ഉണ്ടാകും, ഞങ്ങളുടെ ഇക്കണോമിക് ഫോഴ്സ് ഉണ്ടാകും, ഞങ്ങളുടെ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ഉണ്ടാകും, ഞങ്ങളുടെ ടെക്നോക്രാറ്റുകൾ ഉണ്ടാകും, ഞങ്ങളുടെ വർക്ക് ഫോഴ്സ് ഉണ്ടാകും. അവരുടെ മേൽ ബോംബിടാൻ റഷ്യ ധൈര്യപ്പെടില്ല. അതാണ് സുരക്ഷ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ അമേരിക്ക നൽകുന്ന സൈനിക സഹായത്തിന്റെ രൂപത്തിലോ ആളുകളുടെ രൂപത്തിലോ സൈനിക വിന്യാസത്തിന്റെ രൂപത്തിലോ, അത് മാത്രമല്ല ഏറിയൽ സപ്പോർട്ടിന്റെ രൂപത്തിലോ സാറ്റലൈറ്റ് ബാക്കിങ്ങിന്റെ രൂപത്തിലോ ലോജിസ്റ്റിക്കിന്റെ രൂപത്തിലോ സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നത് അന്ന് സ്വീകാര്യമായിരുന്നില്ല. പക്ഷേ തിരിച്ചു ചെന്ന് ആലോചിച്ചതിന് ശേഷം നിങ്ങൾ മറുപടി പറയൂ, ഒന്നുകൂടെ വരൂ, നമുക്ക് സൈൻ ചെയ്യാം എന്ന് പറഞ്ഞത് നമ്മളൊക്കെ വിചാരിച്ചത് ഏതാനും ആഴ്ചകളോ മാസങ്ങളോ എടുത്ത് ഉക്രൈൻ ആലോചിക്കുമെന്നാണ്. പക്ഷേ അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ഉക്രൈനിയൻ പ്രസിഡന്റ് വൊളോദിമിർ സെലൻസ്കി വന്നിറങ്ങിയത് യൂറോപ്പിലേക്കാണ്, ലണ്ടൻ നഗരത്തിലേക്കാണ്, കെയർ സ്റ്റാമറുടെ അതിഥിയായി ബ്രിട്ടനിലേക്കാണ് വരുന്നത്. ബ്രിട്ടൻ വലിയ ആത്മവിശ്വാസമാണ് സെലൻസ്കിക്ക് കൊടുത്തത്. മാത്രമല്ല പിറ്റേന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ എല്ലാം സമ്മേളനത്തിൽ സെലൻസ്കിക്ക് വളരെ വലിയ വീരോചിതമായ ഒരു സ്വീകരണവും നല്ല വാക്കുകളും പറഞ്ഞു. പക്ഷേ സെലൻസ്കിയുടെ ചെവിയിൽ യൂറോപ്യൻ നേതാക്കൾ പറഞ്ഞിരിക്കാൻ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്കിത് പുറമെ പറയാനേ ആവൂ. യഥാർത്ഥത്തിൽ സംരക്ഷകൻ അമേരിക്ക തന്നെയാണ്. അമേരിക്ക പിന്നോട്ട് പോയാൽ ദീർഘകാലം ഞങ്ങൾക്ക് മാത്രം നിങ്ങളുടെ സുരക്ഷയെ പിടിച്ചു നിർത്താനാവില്ല, ഞങ്ങൾക്ക് കൂടി സുരക്ഷാ ഭീഷണി ഉണ്ടാകും എന്ന ഒരു സംസാരം അദൃശ്യമായി സംസാരിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റാരും കേൾക്കാത്ത രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാകാം. ഉക്രൈനുള്ളിൽ തന്നെ ഒരു വിഭാഗം ആളുകളുടെ വീണ്ടും വിചാരം ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് ഇപ്പോൾ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്, ഞാൻ തയ്യാറാണ്, മിനറൽ മെറ്റൽ ഡീലിന് ഞാൻ തയ്യാറാണ്, ഇനി കൂടുതൽ ഉപാധികളൊന്നും വയ്ക്കുന്നില്ല, അമേരിക്ക ചെയ്തു തന്ന ഉപകാരങ്ങൾക്കെല്ലാം നന്ദി, പലയാവർത്തി നന്ദി പറഞ്ഞു, ഒരിക്കൽ കൂടി നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് ഡീലിന് വേണ്ടി ഒരുങ്ങുകയാണ്. അതിനർത്ഥം ഉക്രൈൻ ആദ്യം ആയുധം
താഴെ വയ്ക്കണം എന്ന് തന്നെയാണ് അതിനർത്ഥം. റഷ്യ വെടിനിർത്തണമെങ്കിൽ ഉക്രൈൻ ഏകപക്ഷീയമായി വെടിനിർത്തിയാൽ ഒരുപക്ഷെ വ്ളാഡിമിർ പുടിനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചേക്കാം. അങ്ങനെ സമാധാനമുണ്ടാകും. ട്രംപിന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി അവിടെ വരികയാണ്. അതോടൊപ്പം തന്നെ ട്രംപ് സെലൻസ്കിയുമായി നെഗോഷിയേറ്റ് ചെയ്ത് മിനറൽസിന്റെ മേലുള്ള നിയന്ത്രണം, അങ്ങനെയെങ്കിൽ കിഴക്കൻ ഉക്രൈനിയൻ പ്രദേശം ഉക്രൈനെ ഒരുപക്ഷെ കൈവശം വെക്കാൻ സാധിക്കും. അല്ല എങ്കിൽ അത് പൂർണ്ണമായി റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. ട്രംപ് അതും പറഞ്ഞിട്ടുണ്ടാവണം, ഉക്രൈൻ നേതാവിനോട് പറഞ്ഞിട്ടുണ്ടാവണം. പൂർണ്ണമായി നിങ്ങളുടെ മിനറൽസിന്റെ ഭാഗം റഷ്യക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ റഷ്യയുമായി കരാർ ഒപ്പിട്ടുകൊണ്ട് ഇതേ മിനറൽസിന്റെ മേൽ ഞങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ സെലൻസ്കിയുടെ ഭാഗത്ത് മറ്റൊന്നും ചെയ്യാനില്ല, അമേരിക്കയുമായി സന്ധി ചെയ്ത് മുന്നോട്ട് പോകുക എന്നതല്ലാതെ മറ്റൊരു മാർഗവും അവശേഷിച്ചിട്ടില്ല എന്നതുകൊണ്ട് നിവൃത്തികേടിന്റെ പേരിൽ ഇപ്പോഴിതാ ഒപ്പുവയ്ക്കാൻ സമസ്ത അപരാധങ്ങളും പൊറുക്കണം, പഞ്ചപുച്ഛമടക്കി നിന്നുകൊണ്ട് ഇറാൻ മൂളി നിന്നുകൊണ്ട് അമേരിക്കയുടെ നിർദ്ദേശം അനുസരിക്കാൻ ഞങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് ഇതാ മുന്നോട്ട് പോകുന്നു, ഞങ്ങൾ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ വൈകി സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് വന്നതും. ആവേശപൂർവ്വം ഈ അമേരിക്കൻ കോൺഗ്രസിന്റെ സംയുക്ത സമ്മേളനമാണ് ഇപ്പോൾ നടന്നത്. ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. ആ മീറ്റിംഗ് എന്ന് പറയുന്നത് അമേരിക്കയുടെ ഈ സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ സ്പീച്ച് എന്ന് പറയും. അമേരിക്കൻ പ്രസിഡന്റ് അധികാരമേറ്റ് കഴിഞ്ഞതിന് ശേഷം അമേരിക്കൻ പാർലമെന്റായ കോൺഗ്രസിന്റെ 2 മണ്ഡലങ്ങളോടുമായി നടത്തുന്ന സംയുക്ത ഒരു പ്രഭാഷണമാണ്, ഒരു സ്പീച്ചാണ്. അവിടെയാണ് 43 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ എന്നെ ഏൽപ്പിച്ച പ്രധാന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. എന്റെ മുൻഗാമികൾ 4 വർഷത്തിലോ 8 വർഷത്തിലോ ചെയ്തു തീർക്കാത്തത് ഞാനിതാ 43 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു എന്ന പ്രോഗ്രസ് കാർഡ് അവതരിപ്പിച്ചതിനൊപ്പം പറയുകയാണ് സെലൻസ്കി പൂർണ്ണമായി വഴങ്ങിയിരിക്കുന്നു, ഞങ്ങൾ ഇതാ ഡീലിലേക്ക് നീങ്ങുകയാണ്. ഇതാണ് അവസാനത്തെ ഒരു ചിത്രം. റൈറ്റ്. അത് പറയുമ്പോഴേ ഇപ്പോൾ മുൻകാലത്ത് അമേരിക്ക എടുക്കുകയാണെങ്കിൽ ഈ വിഭവങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക അധിനിവേശങ്ങൾ നടത്തുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും ഒക്കെ അമേരിക്ക നടത്തിയ അധിനിവേശങ്ങൾക്ക്, ഇപ്പോൾ ഇറാഖിൽ സദ്ദാം ഹുസൈൻ്റെ പക്കൽ മാരക പ്രഹരശേഷിയുള്ള ആയുധശേഖരമുണ്ട് എന്ന് പറഞ്ഞിട്ട് അധിനിവേശം നടത്തുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം അവിടെയുള്ള ഫോസിൽ ഫ്യൂവൽ ആയിരുന്നു എന്നുള്ള വിവരം നമുക്കറിയാം. ഇപ്പോൾ അഫ്ഗാനിൽ അധിനിവേശം നടത്തുമ്പോൾ അവിടെ എന്തായിരുന്നു ലക്ഷ്യം എന്ന് നമുക്കറിയാം. ഇതവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ ട്രംപ് ഉക്രൈനിൽ നടത്തുന്നത് അധിനിവേശത്തിൽ നിന്ന് പിൻവാങ്ങിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു യുദ്ധത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അമേരിക്കയുടെ കമ്പോള താല്പര്യം അല്ലെങ്കിൽ അമേരിക്കയുടെ വ്യവസായ താല്പര്യം അത് സംരക്ഷിക്കുക. അപ്പം ഇത് രണ്ടാണെങ്കിലും ഒരേ നയത്തിൻ്റെ 2 മുഖങ്ങൾ ആ നിലയിൽ കാണണം നമ്മൾ. അങ്ങനെ കാണാനാവൂ. അമേരിക്കയുടെ മാത്രം വ്യവസായ, വാണിജ്യ, സാമ്പത്തിക, ഭൗതിക താല്പര്യങ്ങൾ പരിരക്ഷിക്കുന്ന എന്ത് നിലപാടിനും പുറകെ ഏതറ്റം വരെ പോകാനും തയ്യാറാണ് ഡൊണാൾഡ് ട്രംപ്. അതിനുള്ള മാൻഡേറ്റ് ആണ് ഡൊണാൾഡ് ട്രംപിന് അമേരിക്കൻ ജനത നൽകിയത് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആഗോള മൂല്യങ്ങൾ, അല്ലെ, മാനുഷിക മൂല്യങ്ങൾ, സാർവത്രിക മൂല്യങ്ങൾ, സാർവലൗകികമായ ആ മൂല്യങ്ങളെ ഒക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട് അതിനൊന്നും വലിയ വില കൽപ്പിക്കാതെ മേക്ക് അമേരിക്ക ഫസ്റ്റ് ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഒരു നിയോ കൊളോണിയലിസത്തിന്റെ ഒരു അത്യന്താധുനിക പോസ്റ്റ് മോഡേൺ രൂപമാണ് ഇപ്പോൾ കാണുന്നത്. നമുക്കറിയാം ഈ കൊളോണിയലിസം, പൊളിറ്റിക്കൽ കൊളോണിയലിസം അവസാനിക്കുന്നത് 1940കളുടെ മധ്യത്തിൽ, 2ാം ലോകമഹായുദ്ധ അവസാനം ഈ കൊളോണിയലിസം ഏതാണ്ട് പൂർണ്ണമായി തകർന്നു. ഡീകൊളനൈസേഷൻ ഡ്രൈവ് ആയിരുന്നു 40കൾ, 50കൾ, 60കൾ. അതിനുശേഷം കോളനി വാഴ്ച ആ രൂപത്തിൽ പൊളിറ്റിക്കൽ കൊളോണിയലിസം ഉണ്ടായില്ല. പക്ഷേ വിഭവങ്ങൾ, പാശ്ചാത്യ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയ ജനാധിപത്യ ക്രമങ്ങളായ ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അമേരിക്കയും കാനഡയും എല്ലാം തന്നെ അവരുടെ വ്യവസായ വാണിജ്യ താല്പര്യങ്ങളും പ്രകൃതി വിഭവങ്ങളും സോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ അവരുടെ ഉൽപ്പന്നങ്ങൾ, അവരുടെ ഫിനിഷ് പ്രോഡക്ട്സിന് വിപണി കണ്ടെത്തുന്നതിന് വേണ്ടിയും ആഫ്രോ ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് നമ്മൾ ഇടുന്ന ഓമന പേരാണല്ലോ നിയോ കൊളോണിയലിസം. പക്ഷേ ഇതിപ്പം നിയോ കൊളോണിയലിസത്തിന്റെ ഒരു അഗ്ലി രൂപത്തിലേക്ക് വന്നിരിക്കുന്നു അമേരിക്കയുടെ യുക്രൈൻ നയം. അവിടെ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അണ്ടർ ഡ്യൂറസ്, മുൻപൊക്കെ ഒരു മറയോടുകൂടിയാണ് ഒരു ഏകാധിപതിയെ സൃഷ്ടിച്ച് ഒരു ഭരണകൂടത്തെ അട്ടിമറിച്ച് ഒരു സൈനിക അട്ടിമറിയിലൂടെ ഒരു പുതിയ ഭരണാധികാരിയെ കൊണ്ടുവന്ന് ആ ഭരണാധികാരിയുമായി ഒരു ഡീല് ഏർപ്പെട്ട് അവിടുത്തെ വിഭവങ്ങൾ തുടർച്ചയായി ലഭിക്കത്തക്ക രീതിയിലും അങ്ങനെ മുന്നോട്ട് വെസ്റ്റേൺ വേൾഡിന്റെ ഒരു പ്രൊഡക്ഷൻ ബേസ് നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു.
അതുപോലെ തന്നെ ആ വിപണികളിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഒരു കയ്യും കണക്കുമില്ലാതെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യാനുള്ള വിപണിയായി കൂടി മൂന്നാം ലോക രാജ്യങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു ലോകത്തിന്റെ മാധ്യമ കണ്ണുകളിലൂടെ നടക്കുന്ന ചർച്ച, ആ ചർച്ചയ്ക്ക് തന്നെ ഞങ്ങൾ ഇതാ കൽപ്പിക്കുന്നു, നിങ്ങൾ അനുസരിക്കുന്നു, നിങ്ങളുടെ വിഭവങ്ങൾ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾ വെറുതെ ആരെയും സഹായിക്കാൻ തയ്യാറല്ല, മുൻകാലത്ത് ഇങ്ങനെ ആരും പരസ്യമായി പറഞ്ഞിട്ടില്ല, എല്ലാം മാനവരാശിയുടെ വികസനത്തിന് വേണ്ടി എന്ന വ്യാജേനയാണ് എക്കാലത്ത്. ഉദ്ദേശം ഇത് തന്നെയാണ്, ട്രംപിന്റെ ഉദ്ദേശം തന്നെയായിരുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർക്കെങ്കിലും അത് പച്ചയായി പറയാത്ത പ്രസിഡന്റുമാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ട്രംപ് പറയുന്നു, ഞങ്ങൾ ഇത്ര തുക ചെലവഴിച്ചിട്ടുണ്ട്, അത് പുണ്യം ചെയ്യാൻ വേണ്ടിയല്ല, ഞങ്ങൾക്ക് ആ തുക വേണം, അത് നിങ്ങൾക്ക് ഇപ്പോൾ തരാനാവതില്ല, ആകെ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ വിഭവങ്ങളാണ്, അത് തരൂ, ഞങ്ങൾ അത് പണമായി ഈടാക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ടെക്നോളജി കൊണ്ടുവരാം, നിങ്ങൾക്കും ആ പ്രോസസ്സിൽ ചില കാര്യങ്ങൾ കിട്ടുമെങ്കിൽ അത് നല്ലത്, അക്കൂട്ടത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സുരക്ഷാ ഭീഷണിയും അവസാനിച്ചു കിട്ടും, റഷ്യ നിങ്ങളെ ആക്രമിക്കില്ല. ഇത് ട്രംപിന്റെ വാക്കാണ്. ഇപ്പൊ മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത് പോലെ ട്രംപിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഗ്യാരണ്ടിയാണ്. പക്ഷെ നാളിതുവരെ നമ്മൾ ശീലിച്ചിട്ടുള്ള ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഒരു സുരക്ഷാ ഉടമ്പടിയിലൂടെ ലഭിക്കുന്ന സെക്യൂരിറ്റി ഗ്യാരണ്ടിയാണ്. ഇപ്പൊ നെയ്റ്റോ നൽകുന്ന ഒരു ഗ്യാരണ്ടി, അല്ലെങ്കിൽ ഒരു യുദ്ധ ഉടമ്പടിയിലൂടെ, അല്ലെങ്കിൽ ഒരു സൈനിക ഉടമ്പടിയിലൂടെ, അല്ലെങ്കിൽ സൈനിക സഖ്യത്തിൽ ചേരുന്നതിലൂടെ ലഭിക്കുന്ന ചില ഉറപ്പുകളും ഗ്യാരണ്ടിയുമാണ്. അതിന് പുറമെ ഉള്ള പുതിയ തരം ഒരു ഗ്യാരണ്ടി സ്കീമിനെ കുറിച്ചാണ് ട്രംപ് സംസാരിക്കുന്നത്. അത് ഉക്രൈനിൽ പരീക്ഷിച്ച് വിജയിച്ചാൽ ലോകത്തേത് മേഖലയിലേക്കും ഈ പുതിയ അമേരിക്കൻ ഗ്യാരണ്ടി സ്കീമുകൾ പടർന്ന് പന്തലിക്കാൻ സാധ്യതയുണ്ട്. ഇറാഖിലേക്ക് അങ്ങനെ ഒരു ഗ്യാരണ്ടിയാണ് കൊടുത്തതെങ്കിൽ പോലും ഇറാഖിൽ അത് പൂർണ്ണ അർത്ഥത്തിൽ അമേരിക്കയ്ക്ക് അത് അനുകൂലമായി വന്നില്ല. ഇറാഖ് ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആയി മാറുകയും ISIS അവിടെ പിടിമുറുക്കുകയും ഇസ്ലാമിക് സ്റ്റേറ്റ് ആയിട്ട് സിറിയയുടെയും ഇറാഖിന്റെയും ഒരു നല്ല ഭാഗം പോവുകയും ചെയ്തു. അതൊരു സിവിലൈസേഷണൽ വാറായി അത് മാറുകയും അത് ലോകത്തെ വലിയ ഒരു ഭീകരമായ ഒരു പ്രസ്ഥാനത്തിന്റെ ഉദയത്തിന് അത് കാരണമായി. പക്ഷേ ഉക്രൈൻ റഷ്യ വിഷയം അങ്ങനെയല്ല. ഇതൊരു സിവിലൈസേഷണൽ കോൺഫ്ലിക്റ്റ് ആയി മാറാനുള്ള, അല്ലെങ്കിൽ മതപരമായ പരിപ്രേക്ഷ്യം അവിടെ ഉണ്ടാകാനുള്ള സാധ്യത തീരെ കുറവാണ്. അതുകൊണ്ട് തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഉക്രൈൻ മാനസികമായി ലോകരാജ്യങ്ങളിൽ വലിയൊരു പങ്ക്, 95 രാജ്യങ്ങളോളം മാനസികമായി ഉക്രൈനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതുകൊണ്ടാണ് ഉക്രൈൻ കൊണ്ടുവന്ന ഐക്യരാഷ്ട്ര സംഘടനയിലെ ജനറൽ അസംബ്ലിയിൽ കൊണ്ടുവന്ന പ്രമേയം വലിയ ഭൂരിപക്ഷത്തിൽ പാസ്സായത്. അത് വിട്ടുനിന്നത് 65ഓളം രാജ്യങ്ങൾ, ഇന്ത്യ ഉൾപ്പെടെ വിട്ടുനിന്നു. ഏതാണ്ട് 12 രാജ്യങ്ങൾ മാത്രമേ അമേരിക്ക കൊണ്ടുവന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തുള്ളൂ എന്ന് നോക്കണം. അതുകൊണ്ട് അമേരിക്കയോടൊപ്പം അല്ല ലോകത്തിന്റെ മനസ്സെന്ന് പറയുമ്പോഴും യാഥാർത്ഥ്യമായി അവശേഷിക്കുന്നു. അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ, സൈനികമായ അല്ലെങ്കിൽ സുരക്ഷ, ഇൻഡയറക്ട് സുരക്ഷ ഇല്ലാതെ ഒരു രാജ്യത്തിനും പിടിച്ചു നിൽക്കാനാവില്ല. ഇനി ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് മറുപക്ഷത്ത് ഒരുപക്ഷെ ചൈന മേ ബി ട്രൈയിങ് ടു റീഗ്രൂപ്പ്, അല്ലെങ്കിൽ ലോകക്രമത്തിൽ മാറ്റം വരുത്താനായി ചൈനയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടാകണം. പക്ഷെ ചൈനയും ആ രീതിയിലുള്ള സംസാരങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഒരു വ്യാപാര യുദ്ധത്തിന്റെ നിഴലിൽ മാത്രമാണ് ചൈന ഇപ്പോൾ ഒരു രാഷ്ട്രീയ യുദ്ധത്തെക്കുറിച്ച്, പോരാട്ടത്തെക്കുറിച്ച്, ഒരു റെസിസ്റ്റൻസിന്റെ സ്വരത്തെക്കുറിച്ച് മറ്റാരും ഇപ്പോൾ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് എങ്ങനെ വരുമ്പോഴും ഇപ്പോഴത്തെ ട്രംപിന്റെ പൊളിറ്റിക്കൽ പോളിസി, മിലിറ്ററിസ്റ്റിക് പോളിസി ആൻഡ് ഓൾസോ ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് ഇക്കണോമിക് ഇനിഷ്യേറ്റീവ് ബലപ്രയോഗത്തിലൂടെയാണെങ്കിലും ശരി, അത് ട്രംപ് ആഗ്രഹിക്കുന്നത് പോലെ തൽക്കാലത്തേക്കെങ്കിലും നടക്കുന്നു എന്നാണ് ഇപ്പോൾ കരുതേണ്ടത്. ദീർഘകാലാടിസ്ഥാനത്തിൽ ലോകത്തിന്റെ സുരക്ഷാ സമവാക്യങ്ങൾ മറിയും എന്നതിന് യാതൊരു സംശയമില്ല. പക്ഷെ തൽക്കാലത്തേക്ക് ഇറ്റ് ഈസ് അഡ്വാൻറ്റേജ് ട്രംപ്. റൈറ്റ്. നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തിരിച്ച് അധികാരത്തിലേക്ക് വരുമ്പോൾ ഡൊണാൾഡ് ട്രംപ് മാത്രമല്ല അധികാരത്തിലേക്ക് വരുന്നത്. എലോൺ മസ്കിനെ പോലെയുള്ള പുതിയ വ്യാപാര വാണിജ്യ കാഴ്ചപ്പാടുകൾ സ്വായത്തമാക്കുകയും അത് സക്സസ്ഫുള്ളായിട്ട് നടപ്പാക്കുകയും ചെയ്ത വലിയൊരു ഫോഴ്സ് കൂടിയാണ് അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവരുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് പുതിയ ലോകക്രമത്തിൽ അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നടത്തിയെടുക്കേണ്ടത്, അതാണോ ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്? അത് ഞാൻ ചോദിക്കുന്നത് ഉക്രൈൻ്റെ കാര്യത്തിൽ മാത്രം. ഉക്രൈൻ്റെ കാര്യത്തിൽ ഇപ്പോൾ റഷ്യ നടത്തിയ അധിനിവേശത്തെ ഏതാണ്ട് അംഗീകരിച്ചു കൊടുക്കുന്ന വിധത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഞങ്ങളിനി ഉക്രൈനെ സഹായിക്കാനില്ല, ഇതുവരെ നടത്തിയ സഹായമൊക്കെ നിർത്തി, ഇതുവരെ നടത്തിയ സഹായം ഇത്ര കോടി രൂപയുടെ തന്നെ, അതിന് ആനുപാതികമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ വിഭവത്തിൽ അധികാരം വേണം എന്ന് ആവശ്യപ്പെടുന്നത്. ഇപ്പുറത്ത് അമേരിക്കയുടെ താല്പര്യങ്ങളെ ലംഘിക്കുന്നു അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നു എന്ന് വിചാരിക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ പുറത്ത് മുഴുവൻ, ഏതാണ്ട് എല്ലാ രാജ്യങ്ങളുടെ കാര്യത്തിലും, ചൈനയാണെങ്കിലും മെക്സിക്കോ ആണെങ്കിലും കാനഡ ആണെങ്കിലും ഇന്ത്യയുടെ ചില രാജ്യങ്ങളാണെങ്കിലും ഈവൻ യൂറോപ്യൻ യൂണിയൻ ആണെങ്കിൽ പോലും ഒരു
ട്രേഡ് വാറിൻ്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഏതാണ്ട് എല്ലാം ഞങ്ങളുടെ ടേംസ്, ഞങ്ങളുടെ രീതി, അതായത് കമ്പോളം എങ്ങനെയാണോ നിശ്ചയിക്കുന്നത്, കമ്പോളത്തെ ഭരിക്കുന്ന ആളുകൾ എങ്ങനെയാണോ നിശ്ചയിക്കുന്നത്, അതിനനുസരിച്ച് കാര്യങ്ങൾ പോവുക എന്നുള്ള അതങ്ങോട്ട് സ്ഥാപിച്ചെടുക്കുകയാണോ ട്രംപും എലോൺ മസ്കും ഒക്കെ കൂടെ ചെയ്യുന്നത്? ഇവിടെ മാർക്കറ്റ് ഡിറ്റർമിനിസം, അതായത് വിപണി ശക്തികൾ എല്ലാം തീരുമാനിക്കും എന്ന ഒരു നയം, അതൊരു പക്ക ആർച്ച് ക്യാപിറ്റലിസ്റ്റ് നയമാണ്. ഒരു ബിസിനസ്സുകാരനായ, വ്യവസായിയായ, നല്ല കച്ചവടക്കാരനായ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ആ നയം രാഷ്ട്രീയത്തിലും വിജയകരമായി, അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബന്ധങ്ങളിലും വിജയകരമായി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണല്ലോ ടാരിഫുകളുടെ കാര്യത്തിൽ റിറ്റാലിയേറ്ററി അല്ലെങ്കിൽ റെസിപ്രോക്കൽ ടാരിഫുകൾ ഏർപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ ട്രംപിന് മനസ്സിലാകുന്ന ഏക ഭാഷ സാമ്പത്തിക ഭാഷയാണ്. മറ്റെല്ലാ കാര്യങ്ങളും സാമ്പത്തികമായ ഓവർച്യൂവേഴ്സ് ഉള്ള കാര്യങ്ങളാണ് എന്നതുകൊണ്ട് എല്ലാം അങ്ങനെ മനസ്സിലാക്കുമെന്നതാണ്. അതേസമയം പ്രത്യയശാസ്ത്രം, മറുപക്ഷത്തൊരു പ്രത്യയശാസ്ത്രമോ, അതായത് മതത്തിന്റെ അടിസ്ഥാനത്തിലാകട്ടെ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളാകട്ടെ, ഇതൊന്നും തന്നെ ട്രംപിന് ഇപ്പോഴത്തെ നിലയിൽ ബാധകമല്ല എന്ന മട്ടിലാണ്. ഇലോൺ മസ്കിനെ പൂർണ്ണമായി ട്രംപ് അംഗീകരിക്കുന്നതിന്റെ ഒരു കാരണം, അദ്ദേഹം ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനാണ്. അതായത് ഡോഡ്ജ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി, അനാവശ്യമായി വലിയ തുകയാണ് അമേരിക്കയിൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയും വേസ്റ്റ് ആക്കുന്നത്. വിദേശത്തുള്ള ധനസഹായം നൽകുന്ന, വിദേശ രാജ്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതാകട്ടെ, അമേരിക്കൻ ഗവൺമെന്റിലെ തന്നെ ദുർമേധസ്സായിക്കൊള്ളട്ടെ, അനാവശ്യമായ തസ്തികകൾ, അനാവശ്യമായ പണച്ചെലവ്, ഇതെല്ലാം കുറച്ചുകൊണ്ടുവരാനുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ട്രംപ് ഏർപ്പെടുത്തിയ വ്യക്തി എന്ന് പറയുന്നത് നാളുകളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പൊ നാളുകളുടെ ഊർജ്ജോപാധികൾ, നാളുകളുടെ യാത്രകൾ, നാളുകളുടെ ഭൂഖണ്ഡാന്തര യാത്ര മാത്രമല്ല, ആഗോള, അതായത് ഗോളാന്തര യാത്രകൾ, പ്രപഞ്ചത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എത്താനുള്ള ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുകയും അവിടെ ഭൗതികമായി മാനവരാശിയെ എത്തിക്കുകയും അങ്ങനെ മനുഷ്യനെ ഒരു ഇന്റർ പ്ലാനറ്ററി സ്പീഷീസ് ആയി മാറ്റിയെടുത്തുകൊണ്ട് മാനവരാശിയെ ആത്യന്തികമായി ഈ പ്രപഞ്ചത്തിൽ, അണ്ടകടാഹത്തിൽ നിലനിർത്തുകയും ചെയ്യുക എന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ദൗത്യം, ഇത് ട്രംപിന് ഒരുപാട് സ്വീകാര്യമാണ്. എല്ലാവർക്കും വേണ്ടത് 78 വയസ്സുള്ള ഒരു സീനിയർ സിറ്റിസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ടത് അമരത്വമാണ്. ഇനിയിപ്പോൾ 4 വർഷം, 82 വയസ്സിൽ അദ്ദേഹം പ്രസിഡന്റ് പദവി ഒഴിയും. അതുകൊണ്ട് തന്റെ കാലഘട്ടത്തിന് വേണ്ടി മാത്രമല്ല, ഭാവി തലമുറകൾക്ക് കൂടി, മാനവരാശിക്ക് വേണ്ടി കൂടി പുതിയ ആളുകളെ കൊണ്ടുവന്ന്, പുതിയ വ്യവസായികളെ കൊണ്ടുവന്ന് ആ ഒരു സംസ്കാരം ലോകത്താകമാനം അല്ലെങ്കിൽ പ്രപഞ്ചത്തിലാകമാനം വികസിപ്പിച്ചയാളെന്നുള്ള നിലയിൽ പേരെടുക്കാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഭരണപരിഷ്കാരം എന്നുള്ള രീതിയിൽ ഡോഡ്ജിന്റെ തലപ്പത്തേക്ക് ഇലോൺ മസ്കിനെ കൊണ്ടുവന്നത്. പക്ഷേ ഓർക്കൂ രാജീവ്, ഡോഡ്ജിന്റെ തലവനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ സമാപിച്ച കോൺഗ്രഷണൽ സെഷനിൽ ഡെമോക്രാറ്റുകളും മറ്റു ചില സ്വതന്ത്ര അംഗങ്ങളും എല്ലാം തന്നെ ഉയർത്തിയത് വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ്. ഇലോൺ മസ്ക് ഗാലറിയിൽ ഇരുന്നുകൊണ്ട് കൈവീശി കാണിക്കുന്ന ചിത്രങ്ങൾ വളരെ വൈറലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഫ്രീ ഹാൻഡ് കൊടുക്കുന്നതിനോട് അമേരിക്കയിൽ തന്നെ ഉള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധമുണ്ട്. ഒരു ജനാധിപത്യത്തിന്റെ ചാരുത എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന വിരുദ്ധമായ സ്വരങ്ങൾ. ഒരു ഡെമോക്രാറ്റിക് ഓർഡറിൽ ഒരു പരിധിയിൽ കൂടുതൽ ഒരു വ്യക്തിക്ക് ഏകപക്ഷീയമായി തന്റെ അജണ്ടകൾ അടിച്ചേൽപ്പിക്കാനാവില്ല. ഇപ്പോൾ ദുർബലമായ ശബ്ദങ്ങളായിരിക്കാം വരുന്നത്, പക്ഷേ ആ ശബ്ദങ്ങൾ അമേരിക്കയ്ക്കുള്ളിൽ വേറിട്ട ശബ്ദങ്ങൾ ഉയരുന്നുണ്ട് എന്നത് കാണാതെ ഇരുന്നുകൂടാ. ഇനി ലോക രാഷ്ട്രീയത്തിലേക്കും ലോക സമ്പദ് വ്യവസ്ഥയിലേക്കും വന്നാൽ, റിറ്റാലിയേറ്ററി ടാരിഫിലൂടെ മറ്റു രാജ്യങ്ങളെ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വരുതിയിൽ നിർത്താം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ അമേരിക്കയുടെ വികസന മാതൃകയെ കുറിച്ചുള്ള ട്രംപിന്റെ കാഴ്ചപ്പാട് അത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ളതാണോ എന്ന് പരീക്ഷിക്കണം. കാരണം ഇറക്കുമതിക്ക് വലിയ തോതിൽ റിറ്റാലിയേറ്ററി ടാരിഫ് ഏർപ്പെടുത്തിയാൽ അമേരിക്കൻ ജനതയുടെ ജീവിതം ദുസ്സഹമാകും. അവിടെ ഒരു മീഡിയം ടേമിൽ വളരെ വലിയ തോതിലുള്ള വിലക്കയറ്റം ഉണ്ടാകും. അത് പിടിച്ചു നിർത്താൻ ഉള്ള ഘടനാപരമായ സംവിധാനങ്ങൾ ഒരുക്കാൻ ട്രംപിന് കഴിയുന്നിടത്താണ് ട്രംപിന്റെ വിജയം. അങ്ങനെ കഴിഞ്ഞില്ല എങ്കിൽ ട്രംപിനെ തോളത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന അമേരിക്കൻ ജനത തന്നെ ട്രംപിനെതിരെ തിരിയും. അപ്പൊ ഈ റിഫോംസ് ഒക്കെ വഴിമാറിപ്പോകാനും പാളിപ്പോകാനുമുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പം ചെമ്പിന്റെ അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെ, ഇരുമ്പിന്റെ ഒക്കെ ഇറക്കുമതിക്ക് 25% ടാരിഫാണ് മിക്കയിടത്തൊന്നും ചുമത്താൻ സാധ്യതയുള്ളത്. അത് പറയുന്നത് അമേരിക്കയിലെ ഇരുമ്പ് വ്യവസായം, അമേരിക്കയിലെ ആഭ്യന്തര വ്യവസായം വളരണമെങ്കിലും അവിടെ തൊഴിൽ ഉണ്ടാകണമെങ്കിലും അവിടെ ഉത്പാദനം നടക്കണം. അതുകൊണ്ട് വിദേശത്തു നിന്നും കാര്യങ്ങൾ ഡംപ് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല.
അത് മാത്രമല്ല ഇന്ത്യയിൽ നിന്നും ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യ 100%-ലധികം നികുതി ചുമത്തുന്നു എന്ന ട്രംപ് എടുത്തു പറയുന്നു. ഇന്ത്യയുടെ പേര് എടുത്തു പറയുന്നു. വലിയ ഒരു രീതിയിലുള്ള ഒരു ടാരിഫ് റെജിമനാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇതൊക്കെ എണ്ണി പറയുമ്പോൾ റിറ്റാലിയേറ്ററി ടാരിഫ് ഏപ്രിൽ 2-ാം തീയതി മുതൽ പ്രതീക്ഷിക്കാം. ഓൾറെഡി ട്രംപ് പറഞ്ഞ വാക്ക് പാലിച്ചു. 1 മാസത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരുന്നു. കാനഡയ്ക്കെതിരെ, മെക്സിക്കോയ്ക്കെതിരെ 25% ടാരിഫ് 1 മാസത്തേക്ക് ഫ്രീസ് ചെയ്തിരുന്നു. ഏപ്രിൽ 4, 2025 മുതൽ അത് പുനഃസ്ഥാപിച്ചു. അപ്പോൾ ആ ടാരിഫ് നിലവിൽ വന്നു. ചൈനയ്ക്കെതിരെയുള്ള ടാരിഫ് 10% ഉണ്ടായിരുന്നത് 20%-ത്തേക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു. നോക്കൂ, 27% ലോക വ്യാപാരം അമേരിക്കയുടെയാണ്. 17%-ഓളം ലോക വ്യാപാരം ചൈനയുടെയാണ്. ചൈനയും അമേരിക്കയും ചേർന്നാൽ ലോക വ്യാപാരത്തിന്റെ ഏതാണ്ട് പകുതിയോളം ഈ 2 രാജ്യങ്ങളാണ്. ഈ 2 രാജ്യങ്ങൾ പരസ്പരം ടാരിഫ് യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ അതിൽ ആത്യന്തികമായ വിജയം ആർക്ക് എന്നത് പ്രവചനാതീതമായ ഒരു കാര്യമാണ്. ലോക വിപണികൾ മുഴുവൻ, ഏഷ്യൻ വിപണികൾ മാത്രമല്ല, വെസ്റ്റേൺ യൂറോപ്പിലെയും അമേരിക്കയിലെയും ഉൾപ്പെടെ ഓഹരി വിപണികളിൽ ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ച അതിതീവ്രമായ ഇടിവിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ലോകത്തിന് അത് ഗേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇതെങ്ങോട്ട് പോകുമെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നത് വളരെ വലിയൊരു ത്രെട്ട് തന്നെയാണ്. ട്രംപ് ബെല്ലും ബ്രേക്കുമില്ലാതെ മുന്നോട്ട് പോകുന്നു. പക്ഷേ എങ്ങനെയാണ് ഇത് പാൻ ഔട്ട് ചെയ്യുക എന്നത് കൃത്യമായി പറയാനാവില്ല. അപ്പൊ വ്യാപാര യുദ്ധം തൽക്കാലത്തേക്ക് അമേരിക്കക്കാർ കൈയടിച്ച് സഹായിക്കും. പക്ഷേ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ അമേരിക്കയിൽ ദൗർലഭ്യം ഉണ്ടാകാം പല കാര്യങ്ങളും. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. ഇന്ത്യയുടെ കയറ്റുമതിയുടെ ഏറ്റവും വലിയ കയറ്റുമതി പങ്കാളികളിൽ ഒരാളാണ് അമേരിക്ക. അത് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് $35 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ്, ട്രേഡ് സർപ്ലസ് ഉള്ള രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുമായുള്ള വ്യാപാരത്തിലാണ് ഇന്ത്യക്ക് ട്രേഡ് സർപ്ലസ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് വിദേശ മൂലധനം അല്ലെങ്കിൽ വിദേശ കരുതൽ ധനം ലഭിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് പ്രധാനമായും. അത് ഒറ്റയടിക്ക് വേണ്ടെന്ന് വെക്കാനാവില്ല. പക്ഷേ ഇന്ത്യയും ടാരിഫുകൾ റെഗുലേറ്റ് ക്രമീകരിക്കേണ്ട അവസ്ഥ വരും. അത് മാത്രമല്ല, അമേരിക്കയിലുള്ള കയറ്റുമതി അൺഅട്രാക്റ്റീവായിട്ട് മാറും. അത് വലിയ ചെലവുള്ള അനുഭവമായിട്ട് മാറും. അതുകൊണ്ട് ഇവിടെ പ്രൊഡക്ഷൻ കുറയാനുള്ള സാധ്യതയുണ്ട്. പുതിയ വിപണികൾ വേണ്ടി വരും. അതുകൊണ്ട് ഇന്ത്യക്ക് ചൈനയുമായി കുറച്ചുകൂടി സുഹൃത്ത് ബന്ധത്തിൽ പോകേണ്ടി വരും. യൂറോപ്പുമായി വളരെയധികം ഗാഠമായ ഒരു സാമ്പത്തിക ആലിംഗനത്തിലേക്ക് നീങ്ങേണ്ടി വരും. അല്ല എങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ കയറ്റുമതി രംഗം ആകപ്പാടെ അവതാളത്തിലാകും. കാരണം പൂർണ്ണമായും ട്രംപ് പറയുന്നത് ഏപ്രിൽ 2 മുതൽ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഒന്നുകിൽ വളരെ വലിയ തോതിലുള്ള നികുതി അഡ്ജസ്റ്റ്മെന്റുകൾ, കസ്റ്റംസ് ഡ്യൂട്ടി ഇളവുകൾ ഇന്ത്യ കൊണ്ടുവരേണ്ടി വരും. അല്ല എങ്കിൽ അമേരിക്കൻ കയറ്റുമതി വിപണി ഇന്ത്യക്ക് വളരെ വലിയ തോതിൽ, നമ്മുടെ ടെക്സ്റ്റൈൽ, നമ്മുടെ സോഫ്റ്റ്വെയർ കയറ്റുമതി, അത് മാത്രമല്ല ഫാർമസ്യൂട്ടിക്കൽ രംഗത്തെ കയറ്റുമതി, ഇതൊക്കെ വളരെ വലിയ തുകകളാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ തകർന്ന് തരിപ്പണമാകും. ഓഹരി വിപണികൾ കൂടുതൽ ഇടിയാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 1 മാസത്തിനുള്ളിൽ അതികഠിനമായ തീരുമാനങ്ങളിലേക്ക് ഇന്ത്യയും എത്തേണ്ടി വരും. യുക്തിസഹമായ തീരുമാനങ്ങൾ. അതായത് മോദി ട്രംപ് നയതന്ത്രം പൂർണ്ണമായി ഇഫക്റ്റീവ് ആകുന്നില്ല എന്ന് വേണം കരുതാൻ. കാരണം ഒരു ഹഗ് ഡിപ്ലോമസി ഉണ്ടല്ലോ. ട്രംപിനെ ആലിംഗനം ചെയ്യുന്നു, എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നു, ട്രംപ് തിരിച്ചു പറയുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തുന്നതിലൂടെ മാത്രം കാര്യങ്ങൾ നടക്കില്ല. മറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടുകൂടിയുള്ള നയങ്ങൾ ഇന്ത്യയും പാലിക്കേണ്ടി വരും എന്നതിന്റെ ഓർമ്മപ്പെടുത്തൽ. അത് അത്രത്തോളം പൊളിറ്റിക്കൽ റാമിഫിക്കേഷൻസ് ആണ് ഭാരതത്തിനുള്ളിൽ സംഭവിക്കുന്നത്. അതും നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമാണ്. കാരണം ഇന്ത്യയിലെ പ്രതിപക്ഷം ഒരുപക്ഷെ ഈ ഇന്ത്യയുടെ വിദേശ നയം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരുപക്ഷെ വിദേശ നയം ഏറ്റവും കൂടുതൽ വിമർശനാത്മകമായി ഇന്ത്യക്കുള്ളിൽ സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. എപ്പോഴും ഒരു ഗവൺമെന്റ് മാറി മറ്റൊരു ഗവൺമെന്റ് വരുമ്പോഴും ഒരു രാജ്യത്തിന്റെ വിദേശ നയം മുന്നോട്ട് പോവുകയാണ് പതിവ്. അത് അമേരിക്കയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും. പക്ഷേ ഇവിടെ വിദേശ നയത്തിൽ ഉൾപ്പെടെ കാര്യമായ അഴിച്ചുപണികൾ വേണ്ടി വരുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ കൂടെ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും വിഷയീഭവിക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഈ ട്രംപ് കുടത്തിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം പല രൂപത്തിൽ പല രാജ്യങ്ങളെ, ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങളെ ആവാഹിക്കുന്ന, അതിലേക്ക് സന്നിവേശിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു ജട്ടലോടുകൂടി. റൈറ്റ്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഇപ്പോൾ ട്രംപ് അവിടെ അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ബൈഡൻ ഭരണകാലത്ത് അമേരിക്ക നേരിട്ടത് ഏറ്റവും വലിയ ഇൻഫ്ലേഷനാണ്, വലിയ വിലക്കയറ്റമാണ് എന്നുള്ള വിമർശനം അവിടെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറാൻ പോകുന്നു. അമേരിക്ക ദ ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക വീണ്ടും മഹത്തായ രാജ്യമാക്കാൻ ഞാനിതാ വരുന്നു എന്നുള്ള സ്ലോഗനാണ് ട്രംപ് മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഭാഗമായിട്ട്, അതിൻ്റെ തുടർച്ചയിലാണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുന്നത്. ഇപ്പോൾ ഉക്രൈൻ്റെ കാര്യത്തിലാണെങ്കിലും ട്രേഡ് വാറിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രാറ്റജി. ഇത് അമേരിക്കയെ ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. ഈ ട്രംപ് അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് പറയുമ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ അദ്ദേഹം നേരത്തെ നിശ്ചയിച്ച കാര്യങ്ങൾ അതുപോലെ നടപ്പാക്കുന്നു എന്ന് നമ്മൾ
കാണേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് ഇമ്പാക്റ്റ് അമേരിക്കയിൽ ഉണ്ടാക്കും? ഈ ഗ്ലോബൽ റിലേഷൻസിനെ മുഴുവൻ റീഷേപ്പ് ചെയ്യുന്ന വിധത്തിലാവോ ഈ ട്രംപിൻ്റെ ഈ നടപടികൾ? ഈ രണ്ട് പ്രശ്നം അവിടെയുണ്ടോ? ഒരു ബിസിനസ്മാന് ഒരു സ്റ്റേറ്റ്സ്മാൻ ആകാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. ട്രംപ് ബിസിനസ്മാനാണ്, നല്ല ബിസിനസ്സുകാരനാണ്, നന്നായി വിലപേശാൻ അറിയാവുന്ന, താൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയും ഇതിവിടെ രാജ്യമാണ്. ട്രംപിന്റെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് അല്ലല്ലോ ഇപ്പം ചെയ്യേണ്ടത്. ഇപ്പം അമേരിക്ക എന്ന രാജ്യത്തിന് വേണ്ടി ഒന്നാന്തരമായി മറ്റു രാജ്യങ്ങളുമായും നേതാക്കളുമായും വിലപേശാൻ അറിയാവുന്ന ഉഗ്രപ്രയ ട്രംപിനെ കുഡോസ്, അത് നമുക്ക് പറയാം, തീർത്തും പറയാം. പക്ഷേ ഒരു സ്റ്റേറ്റ്സ്മാൻ മാത്രമേ ആത്യന്തികമായി രാഷ്ട്രീയത്തിൽ നിലനിൽക്കൂ. അന്താരാഷ്ട്ര രാഷ്ട്രീയം വളരെ സങ്കീർണമാണ്. ബിസിനസ് എന്ന ഏക നാഴി വെച്ച് അല്ലെങ്കിൽ ഏക സ്കെയില് വെച്ച് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെ അളക്കാനാവില്ല. അത് മുൻകാല ചരിത്രം അങ്ങനെയാണ്. എന്തുകൊണ്ട് രാജ്യങ്ങൾ ചില രീതിയിൽ പ്രവർത്തിക്കുന്നു? എല്ലാവർക്കും പണമല്ല പ്രധാനം. ഇപ്പൊ നോർത്ത് കൊറിയയെ സംബന്ധിച്ചിടത്തോളം പണം എന്ന ഉമ്മാക്കി കാട്ടി നോർത്ത് കൊറിയയെ സ്വാധീനിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ട്രംപിനേക്കാൾ കുറച്ചുകൂടി തീവ്ര വികാരമുള്ള ഒരു ഏകാധിപത്യ മനസ്സുള്ള ഒരു റെജിമനാണല്ലോ കിം ജോങ് ഉന്നിൻ്റെത്. അതുകൊണ്ട് ട്രംപിന് യഥാർത്ഥത്തിൽ ഈ സ്റ്റേറ്റ്സ്മാൻഷിപ്പ് കൂടിയുണ്ട്. ചില കാര്യങ്ങൾ പറയണം. അതായത് ഗ്രീൻലൻഡ് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പറയുന്നതിൽ കുഴപ്പമില്ല. പക്ഷെ അതിന് ക്രിയാത്മകമായ പ്രോജക്റ്റുകൾ കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, നെഗോഷിയേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ വളയ്ക്കുകയെ ചെയ്യാവൂ. അത് ഏറ്റെടുത്ത് കളയും. ഒരു സമയക്രമം വെച്ചോട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കും എന്നൊന്നും പറയാനാവില്ല. പനാമ കനാലിനെ കുറിച്ച് പറയാം. ഞങ്ങൾ ബിൽഡ് ചെയ്തതാണ്, ഞങ്ങൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അത് ചെയ്തതാണ്, കണക്ടിവിറ്റി ഉറപ്പുവരുത്തി. അവിടെ ഇപ്പോൾ നിങ്ങൾ പനാമ ദേശസാൽക്കരിച്ചു കഴിഞ്ഞതും ഞങ്ങളുടെ കപ്പലുകൾക്ക് വലിയ തീരുവയാണ്, ചുങ്കമാണ് നിങ്ങൾ ചുമത്തുന്നത്, അതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുക്കും എന്ന് പറയാമെന്നല്ലാതെ പനാമയെ കൊണ്ട് അത് തങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ അവിടുത്തെ കടത്ത് ടാരിഫ്, അവിടുത്തെ പടിഞ്ഞാറൻ കിഴക്കൻ കവാടങ്ങളിലെ കപ്പലുകൾക്കുള്ള ടാരിഫ് റെഗുലേറ്റ് ചെയ്യിക്കുന്നതിലാണ് സ്റ്റേറ്റ്സ്മാൻഷിപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ ഈ ബുള്ളി ചെയ്തുകൊണ്ട് മാത്രം ഒരു കാര്യത്തെ, ഒരുപക്ഷെ ഇമ്മീഡിയറ്റ്ലി ഉക്രൈന്റെ കാര്യത്തിൽ അത് വിജയമായിരിക്കാം, പലസ്തീന്റെ കാര്യത്തിൽ ഭാഗികമായി വെടിനിർത്തൽ ഉണ്ടായി എന്നത് വിജയമാണ്. പക്ഷെ ആത്യന്തിക പലസ്തീനിയൻ സമാധാനവും ഗൺ പോയിന്റിൽ നിന്നുകൊണ്ട് ചെയ്യാനാവില്ല. അതുകൊണ്ട് പറഞ്ഞു വെക്കുന്നതിൽ നിന്നും പകുതി പിന്മാറി ടൈം അനുസരിച്ച്, അല്ലാതെ സമയബന്ധിതമായി ഇതൊന്നും തന്നെ ചെയ്തു തീർക്കാനാവില്ല. ഞാൻ 43 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ട് കാർഡ് കാണിക്കാൻ വ്യഗ്രതപ്പെടുന്ന ട്രംപ് എന്ന് പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ്സ്മാനായി കാണാനാവില്ല. ഒരു സ്റ്റേറ്റ്സ്മാന് മാത്രമേ ലോഞ്ചിവിറ്റി ഉണ്ടാകൂ. ഒരു ബിസിനസ്മാൻ തൽക്കാലത്തെ കയ്യടി നേടും. പക്ഷെ ലോഞ്ചിവിറ്റി ഉണ്ടാകണമെങ്കിൽ ശരിക്ക് തന്ത്രജ്ഞനായിരിക്കണം, സ്റ്റേറ്റ്സ്മാൻ ആയിരിക്കണം. പറയുന്നത് ആത്യന്തികമായി നടപ്പിലാക്കാൻ കഴിയണം. പക്ഷേ അതിന് ബെഞ്ച് മാർക്കുകളും താൽക്കാലിക ഗൈഡ് ലൈൻസും നിശ്ചയിച്ചതിന് ശേഷം താൻ ഉദ്ദേശിക്കുന്ന ഇടത്ത് എല്ലാ രാജ്യങ്ങളെയും കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ കഴിയുമെന്ന് അത് ലോകം അമ്പരപ്പിൽ നിൽക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. എപ്പോഴും ലോകം അമ്പരപ്പിൽ നിൽക്കില്ല. ലോകരാഷ്ട്രീയം മാറി മറിയും, റീഗ്രൂപ്പിംഗ് ഉണ്ടാകും. അത് ഒരു പരിധിവരെ ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇലോൺ മസ്കിനെ പോലത്തെ ബുദ്ധിമാന്മാർ ട്രംപിന് സൂചന നൽകി. ബ്രിക്സ് ആയിരിക്കും ഉയർത്തെഴുന്നേൽക്കുന്നത്. ഡോളറിന്റെ മേധാവിത്വം ഉള്ളിടത്തോളം കാലം ട്രംപ് പറയുന്നത് നടക്കും. പക്ഷെ ഡോളറിനെതിരായി ലോക വ്യാപാരത്തിനായി മറ്റൊരു കറൻസി നിലവിൽ വന്നാൽ, ഒരുപക്ഷെ ഈ പറയുന്ന ഡോളറിനെതിരായി വരാൻ സാധ്യതയുള്ള ബ്രിക്സിന്റെ ഒരു കറൻസി, ഇന്ത്യയും ചൈനയും റഷ്യയും സൗത്ത് ആഫ്രിക്കയും ബ്രസീലും പുതിയതായി ചേർന്ന 5 രാജ്യങ്ങളും എല്ലാം ചേർന്ന് ഒരു പുതിയ സാമ്പത്തിക റെജിമനിലേക്ക്, ട്രേഡിംഗ് പ്രാക്ടീസിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രംപ് പറയുന്നത് നടക്കാതെ വരും. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ അങ്ങനെയെങ്ങാനും ചെയ്താൽ ഞങ്ങൾ ആ രാജ്യങ്ങൾക്കെതിരെ 100% നികുതി ചുമത്തും എന്ന ഭീഷണി. ഈ ഭീഷണി ഒരു പരിധി കഴിഞ്ഞാൽ ആരും ആ ഭീഷണി മുഖവിലേക്ക് എടുക്കാതെ പ്രവർത്തനത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ അപ്രതീക്ഷിതമായ ഒരു ടേൺ ഓഫ് ഈവൻസ് ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ലോകക്രമം ഏത് രീതിയിലും മാറി മറിയാവുന്ന ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് ഡൊണാൾഡ് ട്രംപ് എന്ന ഒറ്റ വ്യക്തി കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് എന്നാണ് എന്റെ ടേക്ക്. റൈറ്റ്. ഞാൻ അവസാനമായിട്ട് ഒറ്റ കാര്യം ചോദിച്ചത്, ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യം നമ്മൾ പറയുമ്പോൾ ഏതാണ്ട് സമാന സ്വഭാവമുള്ള കക്ഷിയാണ് വ്ളാഡിമിർ പുടിൻ. ഇവരുമായിട്ട് താരതമ്യമില്ലെങ്കിൽ പോലും ഒരു ഏകാധിപത്യ സ്വഭാവം നിലനിർത്തുന്നുണ്ട് ഷീ ജിൻപിങ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും ഏതാണ്ട് പൊതുവായ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ കണ്ടെത്താം. അപ്പോൾ ഇവരുടെ ഒരു തീരുമാനങ്ങൾ അതൊരു പക്ഷേ ട്രംപിൻ്റെ തീരുമാനങ്ങളുമായിട്ട് യോജിച്ച് നിൽക്കാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണണ്ടേ?
അത് ശ്രീ രാജീവ്, ഒരു പുതിയ ഒളിഗാർക്കി രൂപപ്പെട്ടു വരുന്നോ എന്നൊരു സംശയം പലർക്കുമുണ്ട്. ലോകത്തെ പുതിയൊരു ഒളിഗാർക്കി, അതായത് റഷ്യയും അമേരിക്കയും ചൈനയും പരസ്പരം പോരടിക്കാതെ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ലോകത്തെ മറ്റ് രാജ്യങ്ങളെ എല്ലാം തന്നെ, യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളെ ഉൾപ്പെടെ, അവരെ പരമാവധി അവരുടെ റിസോഴ്സസ് ടാപ്പ് ചെയ്യുകയും മാൻ പവർ ടാപ്പ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഒരു ഏകദേശ ധാരണ, അതായത് റോമ സാമ്രാജ്യത്തിൽ ഉണ്ടായ ഒരു 2000 വർഷം മുൻപ് സീസർ, പോംപെ ആൻഡ് ക്രാസസ്, ഈ 3 വൻ തോക്കുകൾ ഒരുമിച്ച് നിന്നു. അപ്പൊ അത് ഒരു റൂബിക്കോൺ നദി കടക്കരുത് എന്ന ഒരു അലിഖിതമായ ഒരു നിയമമാണ് ഈ 3 ടൈറ്റൻസിനെ അവരവരുടെ ഏരിയകളിൽ തളച്ചിട്ടത്. അപ്പൊ അമേരിക്കയ്ക്കും റഷ്യക്കും ചൈനയ്ക്കും അവരവരുടേതായ സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയും മറ്റു ലോകത്തെ എല്ലാം കൂടെ സ്ക്വീസ് ചെയ്ത് ഇവർക്ക് പരസ്പരം പോരടിക്കാതെ നിന്നാൽ വിൻ വിൻ സിറ്റുവേഷൻ ഫോർ ഓൾ 3 എന്ന നിലയിലേക്ക്, ചൈനയുമായ വ്യാപാര യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ പോലും ചൈനയുമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് ട്രംപ് ഒരുക്കമല്ല എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ചൈനയ്ക്കും തൽക്കാലത്തേക്ക് അത് സ്വീകാര്യമാകാം. പക്ഷെ വ്യാപാര യുദ്ധം വന്നാൽ ഇത് തകിടം മറിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പുതിയ ഒളിഗാർക്കിയിലേക്ക്, ലോകത്തിന്റെ ഒരു പുതിയ ഒളിഗാർക്കിയിലേക്ക് നീങ്ങിയാൽ ഞാൻ അത്ഭുതപ്പെടില്ല. കാരണം പക്ഷെ ആ ഒളിഗാർക്കി പെർമനന്റായി നിലനിൽക്കില്ല. പുതിയ ഫോർമേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ നിലയിൽ ചൈന, അമേരിക്ക, റഷ്യ എന്ന 3 രാജ്യങ്ങൾ തമ്മിൽ പൂർണ്ണ ഏകോപനത്തോടുകൂടി പ്രവർത്തിച്ചാൽ ലോകത്തെ ഒരു ബാലൻസ് ഓഫ് പവർ ഉണ്ടാവില്ല. മറുഭാഗം എല്ലാ രാജ്യങ്ങളും ചേർത്ത് നിന്നാൽ തന്നെ അത് വീക്കാകും. അങ്ങനെയെങ്കിൽ ചൈന, റഷ്യ, അമേരിക്ക ഒരുമിച്ച് നിന്നാൽ ബ്രിക്സിന്റെ പ്രസക്തി എന്താണ്? അമേരിക്കയെ തടയാൻ വേണ്ടിയാണ് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ബ്രിക്സ് ഉണ്ടായത്. അപ്പൊ ബ്രിക്സിന്റെ പ്രസക്തി പോയി. അതുപോലെ G20 പ്രസക്തി എന്താണ്? പ്രധാനപ്പെട്ട 20 രാജ്യങ്ങൾ ചേർന്ന് G20 എന്ന രൂപത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ക്രമത്തിൽ നിന്ന് മാറി ചൈന, റഷ്യ, അമേരിക്ക തീരുമാനിച്ചാൽ മതിയല്ലോ. അപ്പോൾ പിന്നെ ഐക്യരാഷ്ട്രഘടനയുടെ പ്രസക്തി എന്താണ്? പൂർണ്ണമായി ഐക്യരാഷ്ട്രഘടന അപ്രസക്തമാകും, G20 അപ്രസക്തമാകും, ബ്രിക്സ് അപ്രസക്തമാകും. അപ്പം അമേരിക്കൻ, ചൈനീസ്, റഷ്യൻ താല്പര്യങ്ങൾ എല്ലായിടത്തും അത് മാത്രമല്ല, പരസ്പരം റിസോഴ്സിന്റെ കാര്യത്തിൽ ചൈനയും അമേരിക്കയും ഈക്വലി റിച്ചാണ്. അമേരിക്ക റിസോഴ്സിന്റെ കാര്യത്തിൽ ചൈനയേക്കാൾ പിന്നിലാണെന്ന് ഓർക്കണം, ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ഓൾസോ അതർ പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ. അങ്ങനെയെങ്കിൽ ചൈന ഒരു പരിധിയിൽ കൂടുതൽ വളരുന്നത് തടയിടണമെങ്കിൽ ഈ ഒളിഗാർക്കിക്കകത്ത് തന്നെ നിന്നുകൊണ്ട് റഷ്യയിൽ നിന്നുൾപ്പെടെ മിനറൽസും മെറ്റൽസും റൂട്ട് ചെയ്യുകയും ടെക്നോളജി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തോതിലെങ്കിലും സഹകരിക്കുകയും യുദ്ധസാധ്യത പരിപൂർണമായി അവസാനിപ്പിക്കുകയും, അപ്പോൾ അമേരിക്കയ്ക്ക് യുദ്ധത്തിന് വേണ്ടി, വാർ മെഷീനറിക്ക് വേണ്ടി ചെലവാക്കേണ്ട വലിയ തുക ഒഴിവായി കിട്ടും. യൂറോപ്പിന്റെ സന്ധാരണത്തിന് വേണ്ടി ഒരു ചില്ലിക്കാശ്, ഒരു നയാ പൈസ അല്ലെങ്കിൽ ഡോളർ ചെലവാക്കേണ്ടി വരില്ല. അതെല്ലാം തന്നെ അമേരിക്കയ്ക്ക് ആഭ്യന്തരമായ ധനമായി രൂപപ്പെടും. ഇതെല്ലാം ട്രംപിന്റെ മനസ്സിൽ വിരിയുന്ന ലഡുവാണ്. ലഡു പൊട്ടി 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 നിൽക്കുകയാണ്. പക്ഷെ ഈ ലഡു എല്ലാം പൊട്ടുന്ന ഒരു വശത്താണ്. പക്ഷേ ചൈനയും റഷ്യക്കും മറ്റു പദ്ധതികൾ ഉണ്ടാവാം. ഈ 3 പേരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഡിക്റ്റേറ്റേഴ്സ് തന്നെയാണ്. ഡെമോക്രാറ്റിക് വേൾഡിലെ ഡിക്റ്റേറ്റർ ആണ് ട്രംപ് എങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവനുള്ളിടത്തോളം കാലം അദ്ദേഹം റഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കാനാണ് സാധ്യത. ഷീ ജിൻപിങ്ങിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ ട്രംപ് ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളുമായി ഡീൽ ചെയ്യുന്നത് എളുപ്പമായിരിക്കാം. ഒരു സംവിധാനവുമായി യൂറോപ്പ് ഒരു സംവിധാനമാണ്, ഒരു ഫെഡറൽ കോൺഫെഡറൽ സംവിധാനമാണ്. ആ സംവിധാനവുമായി ഡീൽ ചെയ്യുന്നതിനേക്കാൾ വ്യക്തികളുമായി ഡീൽ ചെയ്യുന്നതിലൂടെ ശ്രീ രാജീവ് സൂചിപ്പിച്ചതുപോലെ ഏകാധിപതികളായ ചില വ്യക്തികളുമായി, സമാന താല്പര്യമുള്ള വ്യക്തികളുമായി അവരുടെ രാജ്യങ്ങൾക്ക് വേണ്ടി അവർ നിൽക്കട്ടെ, കുഴപ്പമില്ല. ട്രംപിന് കിട്ടാനുള്ളത് അമേരിക്കയ്ക്ക് ട്രംപിന് കിട്ടിക്കോളും, ചൈനയ്ക്ക് കിട്ടാനുള്ള ചൈന കിട്ടിക്കോളും. മറ്റ് രാജ്യങ്ങളെല്ലാം അവരുടെ എല്ലാം കാര്യം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഗോവിന്ദ. ആ രീതിയിലുള്ള ഒരു നയം ഒരുപക്ഷെ തൽക്കാലത്തേക്ക് പ്രായോഗികമാണെന്ന് തോന്നാമെങ്കിലും ആത്യന്തികമായി ലോകസമാധാനം കൊണ്ടുവരാൻ പര്യാപ്തമായ നയമല്ല അത് എന്നാണ് എന്റെ വിനീതമായ അഭിപ്രായം. റൈറ്റ്. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിന്. ട്രംപ് ഇന്ന് അമേരിക്കൻ കോൺഗ്രസിൽ നടത്തിയ പ്രസംഗം അതെങ്ങോട്ടാണ് ലോകക്രമത്തെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ വ്യക്തമല്ല. ട്രംപ് ഇതുവരെ സ്വീകരിച്ച നടപടികളും ഏത് വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്ടിലുള്ള ലോകക്രമം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തത വരുത്തുന്നില്ല. ഒറ്റ കാര്യമേ വ്യക്തത വരുത്തുന്നുള്ളൂ, അത് അമേരിക്കയുടെ മുൻതൂക്കമോ അമേരിക്കയുടെ മേധാവിത്വമോ അത് നേരത്തെ പോലുള്ള സായുധമായ ഇടപെടലിലൂടെ അല്ലാതെ തന്നെ നിലനിർത്തുക എന്ന ലക്ഷ്യം ട്രംപിനുണ്ട് എന്ന് അദ്ദേഹം ആശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും പുതിയ പ്രതിരോധത്തിൻ്റെ നിരകൾ ഏത് വിധത്തിലായിരിക്കും രൂപപ്പെടുക? ട്രംപിൻ്റെ ഇപ്പോഴത്തെ നയങ്ങളെ ഏത് വിധത്തിലായിരിക്കും വിവിധ രാജ്യങ്ങൾ ചെറുക്കാൻ ശ്രമിക്കുക? ഇതൊക്കെ പുതിയ ലോകക്രമത്തെ നിശ്ചയിക്കുന്നതിൽ വളരെ പ്രധാനമായിരിക്കും എന്ന് മാത്രം നമുക്ക്
സൂചിപ്പിക്കാം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.